വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ. കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി നിർമ്മിച്ച ദാറുൽ ഖൈറിന്റെ സമർപ്പണം ജൂലൈ 5 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തന്നൂർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം കുരുത്തിക്കുണ്ടിൽ ദാറുൽ ഖൈർ നന്മ ഭവനം നിർമ്മിച്ചത്. ഭവനത്തിന്റെ സമർപ്പണം ജൂലൈ 5 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തന്നൂർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന യോഗം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് P കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമുഖ സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി 12 ലക്ഷത്തിൽ പരം രൂപയിൽ കൊപ്പം കുരുത്തിക്കൊണ്ടിലുള്ള ഒരു സുഹൃത്തിന് വീട് നിർമ്മിച്ചു നൽകുകയാണ്. ദാറുൽ ഖൈർ, നന്മയുടെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഘടകം മുമ്പും ഇത് 3ാമത്തെ വീടാണ്. 2 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ നിർമ്മിച്ച് നൽകുന്ന ചടങ്ങ്, ഇതിൻ്റെ സമർപ്പണം ജൂലൈ 5 വെള്ളി രാത്രി 7 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തന്നൂരാണ് നിർവഹിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് P മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി അടത്തോൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ മുസ്തഫ ദാരിമി വിളയൂർ, SK തങ്ങൾ കുരുത്തിക്കൊണ്ട്, കൊപ്പം മഹല്ല് ഖത്തീബ്, സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ, SSF, SYS തുടങ്ങിയ ജില്ലാ സോൺ ഘടകങ്ങളുടെ നേതാക്കളും ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിനെക്കുറിച്ചുള്ള ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ഉപാധ്യക്ഷൻ മുസ്തഫ ദാരിമി വിളയൂർ, SAK തങ്ങൾ കുരുത്തിക്കുണ്ട്, കൊപ്പം മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് ഹുദവി, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് ഫൈസി വാക്കടപ്പുറം, SYS ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി അലിയാർ മാസ്റ്റർ അമ്പലപ്പാറ തുടങ്ങി നിരവധി പേർ സന്നിഹിതരാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 3ാമത്തെ ഭവനമാണിത്. കൂടാതെ വസ്ത്രവിതരണം, വിവാഹ സഹായം, ഭക്ഷണ വിതരണം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാധുക്കൾക്ക് ഭക്ഷണ വിതരണം, വസ്ത്രവിതരണം തുടങ്ങി അതുപോലെ പാവപ്പെട്ടവർക്കുള്ള വിവാഹ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ഘടകം ഒരു വർഷത്തിൽ, സോൺ ഘടകം ഒരു വർഷത്തിലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നത് മേൽഘടകത്തിൻ്റെ നിർദ്ദേശമാണ്. അതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം പൂർത്തിയാവുന്നേ ഉള്ളൂ. തിരുവേപ്പുറ പഞ്ചായത്തിൽ ഒരു വീട് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കൂർക്കപ്പറമ്പിൽ ഒരു വീട്. അതുപോലെ കൊപ്പം അൻസാർ നഗറിൻ്റെ തെക്കുമലയിലും തെക്ക് മുലക്കും അവിടെ ഒരു വീട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളൊക്കെ നടത്തുന്നുണ്ട്. 2 വർഷത്തിനുള്ളിൽ 2 വീട് സമർപ്പിച്ചു. ഇപ്പോൾ 3ാമത്തെ വീടാണ്. ഇപ്പോൾ 3ാമത്തെ വർഷം. P കുഞ്ഞാപ്പു ഹാജി മുളയങ്കാവ്, C അലിയാർ അഹ്സനി വണ്ടുന്തറ, KP മുഹമ്മദ് കുട്ടി അൻവരി പുലാശ്ശേരി, P ഉമ്മർ അൽ ഹസനി മുളയങ്കാവ്, K സാദിഖ് അഹ്സനി കൈപ്പുറം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.